സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അറ്റ് ദാറ്റ് ടൈം ആണ്. അറ്റ് ദാറ്റ് ടൈം പറഞ്ഞാൽ ആ സമയത്ത് എന്നുള്ള അർത്ഥം വരും കേട്ടോ. അപ്പോൾ അറ്റ് ദാറ്റ് ടൈം വെച്ചിട്ട് നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ പഠിക്കാം. അപ്പോൾ ഞാൻ ഇന്ന് പറയുന്ന പോലെ പറയുകയാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അറ്റ് ദാറ്റ് ടൈം ഉപയോഗിച്ച് നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ പഠിക്കാം. ഞാൻ വീട്ടിലായിരുന്നു എന്നെങ്ങനെ പറയാം? ഐ വാസ് അറ്റ് ഹോം അറ്റ് ദാറ്റ് ടൈം. ആ സമയത്ത് ഞാൻ വീട്ടിലായിരുന്നു. ഐ വാസ് അറ്റ് ഹോം. ഞാൻ വീട്ടിലായിരുന്നു. എപ്പോൾ? അറ്റ് ദാറ്റ് ടൈം. ആ സമയത്ത്. ഞാൻ വീട്ടിലായിരുന്നു എന്നെങ്ങനെ പറയാം? ഐ വാസ് അറ്റ് ഹോം. ഞാൻ വീട്ടിലായിരുന്നു. അറ്റ് ദാറ്റ് ടൈം. ആ സമയത്ത്. ഐ വാസ് അറ്റ് ഹോം അറ്റ് ദാറ്റ് ടൈം. ആ സമയത്ത് ഞാൻ വീട്ടിലായിരുന്നു. ഐ വാസ് അറ്റ് ഹോം അറ്റ് ദാറ്റ് ടൈം. ആ സമയത്ത് ഞാൻ വീട്ടിലായിരുന്നു. ഐ വാസ് അറ്റ് ഹോം അറ്റ് ദാറ്റ് ടൈം. ആ സമയത്ത് ഞാൻ വീട്ടിലായിരുന്നു. അല്ലേ? ആ സമയത്ത് ഞാൻ ആ മതിലിനരികിൽ നിൽക്കുകയായിരുന്നു. ഐ വാസ് സ്റ്റാൻഡിങ് അഗൈൻസ്റ്റ് ദ വാൾ അറ്റ് ദാറ്റ് ടൈം. ആ സമയത്ത് ഞാൻ മതിലിനരികിൽ നിൽക്കുകയായിരുന്നു. ഐ വാസ് സ്റ്റാൻഡിങ് അഗൈൻസ്റ്റ് ദ വാൾ അറ്റ് ദാറ്റ് ടൈം. ആ സമയത്ത് ഞാൻ മതിലിനരികിൽ നിൽക്കുകയായിരുന്നു. ഐ വാസ് സ്റ്റാൻഡിങ് അഗൈൻസ്റ്റ് ദ വാൾ പറഞ്ഞാൽ മതിലിനരികിൽ. ഞാൻ മതിലിനരികിൽ നിൽക്കുകയായിരുന്നു. വാസ് സ്റ്റാൻഡിങ് against the wall at that time. ഞാൻ മതിലിനരികിൽ നിൽക്കുകയായിരുന്നു. അറ്റ് ദാറ്റ് ടൈം. ആ സമയത്ത്. ഐ വാസ് സ്റ്റാൻഡിങ് against the wall at that time. ആ സമയത്ത് ഞാൻ മതിലിനരികിൽ നിൽക്കുകയായിരുന്നു. ഐ വാസ് സ്റ്റാൻഡിങ് against the wall at that time. ആ സമയത്ത് ഞാൻ മതിലിനരികിൽ നിൽക്കുകയായിരുന്നു. ഐ വാസ് സ്റ്റാൻഡിങ് അഗൈൻസ്റ്റ് ദ വാൾ അറ്റ് ദാറ്റ് ടൈം. ആ സമയത്ത് ഞാൻ മതിലിനരികിൽ നിൽക്കുകയായിരുന്നു. എന്നെങ്ങനെ പറയാം? ഐ വാസ് സ്റ്റാൻഡിങ് ഔട്ട്സൈഡ് അറ്റ് ദാറ്റ് ടൈം. ആ സമയത്ത് ഞാൻ വെളിയിൽ നിൽക്കുകയായിരുന്നു. ഐ വാസ് സ്റ്റാൻഡിങ് ഔട്ട്സൈഡ് അറ്റ് ദാറ്റ് ടൈം. ആ സമയത്ത് ഞാൻ വെളിയിൽ നിൽക്കുകയായിരുന്നു. ഐ വാസ് സ്റ്റാൻഡിങ് ഔട്ട്സൈഡ് അറ്റ് ദാറ്റ് ടൈം. ആ സമയത്ത് ഞാൻ വെളിയിൽ നിൽക്കുകയായിരുന്നു, പുറത്ത് നിൽക്കുകയായിരുന്നു. ഐ വാസ് സ്റ്റാൻഡിങ് ഔട്ട്സൈഡ് അറ്റ് ദാറ്റ് ടൈം. ഞാൻ പുറത്ത് നിൽക്കുകയായിരുന്നു ആ സമയത്ത്. ഇൻ ദ മിഡിൽ ഓഫ് ദ റോഡ് അറ്റ് ദാറ്റ് ടൈം. ആ സമയത്ത് ഞാൻ റോഡിൻ്റെ നടുക്കായിരുന്നു. ഐ വാസ് ഇൻ ദ മിഡിൽ ഓഫ് ദ റോഡ് അറ്റ് ദാറ്റ് ടൈം. ഐ വാസ് ഇൻ ദ മിഡിൽ ഓഫ് ദ റോഡ് അറ്റ് ദാറ്റ് ടൈം. ആ സമയത്ത് ഞാൻ റോഡിൻ്റെ നടുക്കായിരുന്നു. ഐ വാസ് ഇൻ ദ മിഡിൽ ഓഫ് ദ റോഡ് അറ്റ് ദാറ്റ് ടൈം. ആ സമയത്ത് ഞാൻ റോഡിൻ്റെ നടുക്കായിരുന്നു. ഐ വാസ് ഇൻ ദ മിഡിൽ ഓഫ് ദ റോഡ് അറ്റ് ദാറ്റ് ടൈം. ആ സമയത്ത് ഞാൻ റോഡിൻ്റെ നടുക്കായിരുന്നു. സമയത്ത് ഞാൻ പാലത്തിൻ്റെ അടിയിൽ ഇരിക്കുകയായിരുന്നു. അറ്റ് ദാറ്റ് ടൈം ഐ വാസ് സിറ്റിംഗ് അണ്ടർ ദ ബ്രിഡ്ജ്. ആ സമയത്ത് ഞാൻ പാലത്തിൻ്റെ അടിയിൽ ഇരിക്കുകയായിരുന്നു. അറ്റ് ദാറ്റ് ടൈം ഐ വാസ് സിറ്റിംഗ് അണ്ടർ ദ ബ്രിഡ്ജ്. ആ സമയത്ത് ഞാൻ പാലത്തിൻ്റെ ചുവട്ടിൽ ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് ഞാൻ പാലത്തിൻ്റെ അടിയിൽ ഇരിക്കുകയായിരുന്നു എന്നെങ്ങനെ പറയാം? അറ്റ് ദാറ്റ് ടൈം ഐ വാസ് സിറ്റിംഗ് അണ്ടർ ദ ബ്രിഡ്ജ്. ആ സമയത്ത് ഞാൻ പാലത്തിൻ്റെ അടിയിൽ ഇരിക്കുകയായിരുന്നു. അറ്റ് ദാറ്റ് ടൈം ഐ വാസ് സിറ്റിംഗ് അണ്ടർ ദ ബ്രിഡ്ജ്. ആ സമയത്ത് ഞാൻ പാലത്തിൻ്റെ അടിയിൽ ഇരിക്കുകയായിരുന്നു. അറ്റ് ദാറ്റ് ടൈം ഐ വാസ് സിറ്റിംഗ് അണ്ടർ ദ ബ്രിഡ്ജ്. ആ സമയത്ത് ഞാൻ പാലത്തിൻ്റെ അടിയിൽ ഇരിക്കുകയായിരുന്നു. അണ്ടർ ബ്രിഡ്ജ്, പാലത്തിൻ്റെ അടിയിൽ. സമയത്ത് ഞാൻ ആൾക്കൂട്ടത്തിൻ്റെ നടുവിലായിരുന്നു എന്നെങ്ങനെ പറയുക? ഐ വാസ് ഇൻ ദ മിഡിൽ ഓഫ് ദ ക്രൗഡ് അറ്റ് ദാറ്റ് ടൈം. ആ സമയത്ത് ഞാൻ ആൾക്കൂട്ടത്തിൻ്റെ നടുവിൽ ആയിരുന്നു. ഐ വാസ് ഇൻ ദ മിഡിൽ ഓഫ് ദ ക്രൗഡ് അറ്റ് ദാറ്റ് ടൈം. ആ സമയത്ത് ഞാൻ ആൾക്കൂട്ടത്തിൻ്റെ നടുവിലായിരുന്നു. ഐ വാസ് ഇൻ ദ മിഡിൽ ഓഫ് ദ ക്രൗഡ്
അറ്റ് ദാറ്റ് ടൈം. ആ സമയത്ത് ഞാൻ ആൾക്കൂട്ടത്തിൻ്റെ നടുവിൽ ആയിരുന്നു. ഐ വാസ് ഇൻ ദ മിഡിൽ ഓഫ് ദ ക്രൗഡ് അറ്റ് ദാറ്റ് ടൈം. ആ സമയത്ത് ഞാൻ ആൾക്കൂട്ടത്തിൻ്റെ നടുവിലായിരുന്നു. ഇൻ ദ മിഡിൽ ഓഫ് ദ ക്രൗഡ്, ആൾക്കൂട്ടത്തിൻ്റെ നടുവിൽ. അരിയരക്കുകയായിരുന്നു എന്നിങ്ങനെ പറയാം. അറ്റ് ദാറ്റ് ടൈം ഐ വാസ് ഗ്രൈൻഡിങ് റൈസ്. ആ സമയത്ത് ഞാൻ അരിയരയ്ക്കുകയായിരുന്നു. അറ്റ് ദാറ്റ് ടൈം ഐ വാസ് ഗ്രൈൻഡിങ് ദ റൈസ്. ആ സമയത്ത് ഞാൻ അരിയരയ്ക്കുകയായിരുന്നു. അരിയരയ്ക്കുകയായിരുന്നു എന്നിങ്ങനെ പറയാം. അറ്റ് ദാറ്റ് ടൈം ഐ വാസ് ഗ്രൈൻഡിങ് റൈസ്. ആ സമയത്ത് ഞാൻ അരിയരയ്ക്കുകയായിരുന്നു. അറ്റ് ദാറ്റ് ടൈം ഐ വാസ് ഗ്രൈൻഡിങ് റൈസ്. ആ സമയത്ത് ഞാൻ അരി അരയ്ക്കുകയായിരുന്നു. അറ്റ് ദാറ്റ് ടൈം ഐ വാസ് ഗ്രൈൻഡിങ് റൈസ്. ആ സമയത്ത് ഞാൻ അരി അരയ്ക്കുകയായിരുന്നു. സാധാരണ ഉപയോഗിക്കുന്ന പദങ്ങൾ തന്നെയാണ് കേട്ടോ. ഐ വാസ് അറ്റ് ദ ഫെസ്റ്റിവൽ ഗ്രൗണ്ട് അറ്റ് ദാറ്റ് ടൈം. ആ സമയത്ത് ഞാൻ ഉത്സവപ്പറമ്പിൽ ആയിരുന്നു. ഐ വാസ് അറ്റ് ദ ഫെസ്റ്റിവൽ ഗ്രൗണ്ട് അറ്റ് ദാറ്റ് ടൈം. ആ സമയത്ത് ഞാൻ ഉത്സവപ്പറമ്പിൽ ആയിരുന്നു. ഐ വാസ് അറ്റ് ദ ഫെസ്റ്റിവൽ ഗ്രൗണ്ട് അറ്റ് ദാറ്റ് ടൈം. ആ സമയത്ത് ഞാൻ ഉത്സവപ്പറമ്പിൽ ആയിരുന്നു. ഞാൻ കളിക്കുകയായിരുന്നു എന്നിങ്ങനെ പറയാം. ഐ വാസ് പ്ലേയിങ് അറ്റ് ദാറ്റ് ടൈം. ആ സമയത്ത് ഞാൻ കളിക്കുകയായിരുന്നു. ഐ വാസ് പ്ലേയിങ് അറ്റ് ദാറ്റ് ടൈം. ആ സമയത്ത് ഞാൻ കളിക്കുകയായിരുന്നു. ഐ വാസ് പ്ലേയിങ് അറ്റ് ദാറ്റ് ടൈം. ആ സമയത്ത് ഞാൻ കളിക്കുകയായിരുന്നു. ആ സമയത്ത് ഞാൻ കുളിക്കുകയായിരുന്നു എന്നെങ്ങനെ പറയാം. ഐ വാസ് ബാത്തിങ് അറ്റ് ദാറ്റ് ടൈം. ആ സമയത്ത് ഞാൻ കുളിക്കുകയായിരുന്നു. ഐ വാസ് ബാത്തിങ് അറ്റ് ദാറ്റ് ടൈം. ആ സമയത്ത് ഞാൻ കുളിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ഇല്ലായിരുന്നു എന്നെങ്ങനെ പറയാം. ഐ വാസ് ഇൻ ദർ വെൻ ഇറ്റ് ഹാപ്പൻ. അത് നടക്കുമ്പോൾ ഞാൻ അവിടെ ഇല്ലായിരുന്നു. ഐ വാസ് നോട്ട് ദർ വെൻ ഇറ്റ് ഹാപ്പൻ. അത് നടക്കുമ്പോൾ ഞാൻ അവിടെ ഇല്ലായിരുന്നു. ഐ വാസ് നോട്ട് ദർ വെൻ ഇറ്റ് ഹാപ്പൻ. അത് നടക്കുമ്പോൾ ഞാൻ അവിടെ ഇല്ലായിരുന്നു. ഐ വാസ് നോട്ട് ദർ വെൻ ഇറ്റ് ഹാപ്പൻ. അത് നടക്കുമ്പോൾ ഞാൻ അവിടെ ഇല്ലായിരുന്നു. അവിടെ എത്താൻ എനിക്ക് കഴിഞ്ഞില്ല എന്നിങ്ങനെ പറയാം. ഐ കുഡിൻ ഗെറ്റ് ദർ അറ്റ് ദാറ്റ് ടൈം. ആ സമയത്ത് എനിക്കവിടെ എത്താൻ കഴിഞ്ഞില്ല. ഐ കുഡിൻ ഗെറ്റ് ദർ അറ്റ് ദാറ്റ് ടൈം. ആ സമയത്ത് എനിക്കവിടെ എത്താൻ കഴിഞ്ഞില്ല. ഐ കുഡിൻ ഗെറ്റ് ദർ അറ്റ് ദാറ്റ് ടൈം. ആ സമയത്ത് എനിക്കവിടെ എത്താൻ കഴിഞ്ഞില്ല. ഐ കുഡിൻ ഗെറ്റ് ദർ അറ്റ് ദാറ്റ് ടൈം. ആ സമയത്ത് എനിക്കവിടെ എത്താൻ കഴിഞ്ഞില്ല. ദുബായിലായിരുന്നു എന്നിങ്ങനെ പറയാം. ഐ വാസ് ഇൻ ദുബായ് അറ്റ് ദാറ്റ് ടൈം. ആ സമയത്ത് ഞാൻ ദുബായിൽ ആയിരുന്നു. ഐ വാസ് ഇൻ ദുബായ് അറ്റ് ദാറ്റ് ടൈം. ആ സമയത്ത് ഞാൻ ദുബായിൽ ആയിരുന്നു. ഐ വാസ് ഇൻ ദുബായ് അറ്റ് ദാറ്റ് ടൈം. ആ സമയത്ത് ഞാൻ ദുബായിൽ ആയിരുന്നു. ഐ വാസ് ഇൻ ദുബായ് അറ്റ് ദാറ്റ് ടൈം. ആ സമയത്ത് ഞാൻ ദുബായിൽ ആയിരുന്നു. അവിടെ ആഘോഷം നടക്കുകയായിരുന്നു. ദർ വാസ് സെലിബ്രേഷൻ ഗോയിങ് ഓൺ ദർ അറ്റ് ദാറ്റ് ടൈം. ആ സമയത്ത് അവിടെ ആഘോഷം നടക്കുകയായിരുന്നു. ദർ വാസ് സെലിബ്രേഷൻ ഗോയിങ് ഓൺ ദർ അറ്റ് ദാറ്റ് ടൈം. ആ സമയത്ത് അവിടെ ആഘോഷം നടക്കുകയായിരുന്നു. ആ സമയത്ത് അവിടെ ആഘോഷം നടക്കുകയായിരുന്നു എന്നിങ്ങനെ പറയാം. ദർ വാസ് എ സെലിബ്രേഷൻ ഗോയിങ് ഓൺ ദർ അറ്റ് ദാറ്റ് ടൈം. ആ സമയത്ത് അവിടെ ആഘോഷം നടക്കുകയായിരുന്നു. ദർ വാസ് എ സെലിബ്രേഷൻ ഗോയിങ് ഓൺ ദർ അറ്റ് ദാറ്റ് ടൈം. ആ സമയത്ത് ആഘോഷം അവിടെ നടക്കുകയായിരുന്നു. എനിക്കവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല എന്നിങ്ങനെ പറയാം. ഐ കുഡിൻ സ്റ്റാൻഡ് ദർ അറ്റ് ദാറ്റ് ടൈം. ആ സമയത്ത് എനിക്കവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല. ഐ കുഡിൻ സ്റ്റാൻഡ് ദർ അറ്റ് ദാറ്റ് ടൈം. ആ സമയത്ത് എനിക്കവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല. ഐ കുഡിൻ സ്റ്റാൻഡ് ദർ അറ്റ് ദാറ്റ് ടൈം. ആ സമയത്ത് എനിക്കവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല. ഐ കുഡിൻ സ്റ്റാൻഡ് ദർ അറ്റ് ദാറ്റ് ടൈം. ആ സമയത്ത് എനിക്കവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല. ഐ കുഡിൻ സ്റ്റാൻഡ് ദർ അറ്റ് ദാറ്റ് ടൈം. ആ സമയത്ത് എനിക്കവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല.
ഞാൻ അമ്പലത്തിൽ പോകുകയായിരുന്നു എന്നെങ്ങനെ പറയാം? അറ്റ് ദാറ്റ് ടൈം ഐ വാസ് ഗോയിങ് ടു ടെമ്പിൾ. ആ സമയത്ത് ഞാൻ അമ്പലത്തിൽ പോകുകയായിരുന്നു. അറ്റ് ദാറ്റ് ടൈം ഐ വാസ് ഗോയിങ് ടു ടെമ്പിൾ. ആ സമയത്ത് ഞാൻ അമ്പലത്തിൽ പോകുകയായിരുന്നു. ഞാൻ അമ്പലത്തിൽ പോവുകയായിരുന്നു എന്നെങ്ങനെ പറയാം? അറ്റ് ദാറ്റ് ടൈം ഐ വാസ് ഗോയിങ് ടു ദ ടെമ്പിൾ. ആ സമയത്ത് ഞാൻ അമ്പലത്തിൽ പോവുകയായിരുന്നു. അറ്റ് ദാറ്റ് ടൈം ഐ വാസ് ഗോയിങ് ടു ദ ടെമ്പിൾ. ആ സമയത്ത് ഞാൻ അമ്പലത്തിൽ പോവുകയായിരുന്നു. അറ്റ് ദാറ്റ് ടൈം ഐ വാസ് ഗോയിങ് ടു ദ ടെമ്പിൾ. ആ സമയത്ത് ഞാൻ അമ്പലത്തിൽ പോവുകയായിരുന്നു. പ്രാർത്ഥിക്കുകയായിരുന്നു എന്നെങ്ങനെ പറയാം? അറ്റ് ദാറ്റ് ടൈം ഐ വാസ് പ്രേയിങ്. ആ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു. അറ്റ് ദാറ്റ് ടൈം ഐ വാസ് പ്രേയിങ്. ആ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു. അറ്റ് ദാറ്റ് ടൈം ഐ വാസ് പ്രേയിങ്. ആ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു. ഉറങ്ങിയെന്നെങ്ങനെ പറയാം? ഐ വാസ് അസ്ലീപ് അറ്റ് ദാറ്റ് ടൈം. ആ സമയത്ത് ഞാൻ ഉറങ്ങി. ഐ വാസ് അസ്ലീപ് അറ്റ് ദാറ്റ് ടൈം. ആ സമയത്ത് ഞാൻ ഉറങ്ങി. ഐ വാസ് അസ്ലീപ് അറ്റ് ദാറ്റ് ടൈം. ആ സമയത്ത് ഞാൻ ഉറങ്ങി. ഐ വാസ് അസ്ലീപ് അറ്റ് ദാറ്റ് ടൈം. ആ സമയത്ത് ഞാൻ ഉറങ്ങി. എണീറ്റിരുന്നു എന്നെങ്ങനെ പറയാം? ഐ വാസ് വേക്ക് അറ്റ് ദാറ്റ് ടൈം. ആ സമയത്ത് ഞാൻ എണീറ്റിരുന്നു. ഐ വാസ് വേക്ക് അറ്റ് ദാറ്റ് ടൈം. ആ സമയത്ത് ഞാൻ എണീറ്റിരുന്നു. ഐ വാസ് വേക്ക് അറ്റ് ദാറ്റ് ടൈം. ആ സമയത്ത് ഞാൻ എണീറ്റിരുന്നു. ഐ വാസ് വേക്ക് അറ്റ് ദാറ്റ് ടൈം. ആ സമയത്ത് ഞാൻ എണീറ്റിരുന്നു. ഐ വാസ് വേക്ക് അറ്റ് ദാറ്റ് ടൈം. ആ സമയത്ത് ഞാൻ എണീറ്റിരുന്നു. എനിക്ക് എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ല എന്നിങ്ങനെ പറയാം? ഐ കുഡിൻ ഗെറ്റ് അപ്പ് അറ്റ് ദാറ്റ് ടൈം. ആ സമയത്ത് എനിക്ക് എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ല. ഐ കുഡിൻ ഗെറ്റ് അപ്പ് അറ്റ് ദാറ്റ് ടൈം. ആ സമയത്ത് എനിക്ക് എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ല. ഐ കുഡിൻ ഗെറ്റ് അപ്പ് അറ്റ് ദാറ്റ് ടൈം. ആ സമയത്ത് എനിക്ക് എണീക്കാൻ കഴിഞ്ഞില്ല. ഐ കുഡിൻ ഗെറ്റ് അപ്പ് അറ്റ് ദാറ്റ് ടൈം. ആ സമയത്ത് എനിക്ക് എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ല. തുടരാൻ കഴിഞ്ഞില്ല എന്നെങ്ങനെ പറയാം? ഐ കുഡിൻ സ്റ്റേ ദർ അറ്റ് ദാറ്റ് ടൈം. ആ സമയത്ത് എനിക്കവിടെ തുടരാൻ കഴിഞ്ഞില്ല. ഐ കുഡിൻ സ്റ്റേ ദർ അറ്റ് ദാറ്റ് ടൈം. ആ സമയത്ത് എനിക്കവിടെ താമസിക്കാൻ കഴിഞ്ഞില്ല. ഐ കുഡിൻ സ്റ്റേ ദർ അറ്റ് ദാറ്റ് ടൈം. ആ സമയത്ത് എനിക്കവിടെ തുടരാൻ കഴിഞ്ഞില്ല. എനിക്ക് ദുഃഖം താങ്ങാൻ കഴിഞ്ഞില്ല എന്നെങ്ങനെ പറയാം? ഐ കുഡിൻ ബിയർ ദ സാഡ്നെസ് അറ്റ് ദാറ്റ് ടൈം. ആ സമയത്ത് എനിക്ക് ദുഃഖം താങ്ങാൻ കഴിഞ്ഞില്ല. ഐ കുഡിൻ ബിയർ ദ സാഡ്നെസ് അറ്റ് ദാറ്റ് ടൈം. ആ സമയത്ത് എനിക്ക് ദുഃഖം താങ്ങാൻ കഴിഞ്ഞില്ല. ഐ കുഡിൻ ബിയർ ദ സാഡ്നെസ് അറ്റ് ദാറ്റ് ടൈം. ആ സമയത്ത് എനിക്ക് ദുഃഖം താങ്ങാൻ കഴിഞ്ഞില്ല. ബിയർ എന്ന് പറഞ്ഞാൽ വഹിക്കുക എന്നുള്ള അർത്ഥമുണ്ട് കേട്ടോ. ഇവിടെ താങ്ങാൻ എന്നുള്ള അർത്ഥമാണ് വരുന്നത്. ഐ കുഡിൻ ബിയർ ദ സാഡ്നെസ് അറ്റ് ദാറ്റ് ടൈം. ആ സമയത്ത് എനിക്ക് ദുഃഖം താങ്ങാൻ കഴിഞ്ഞില്ല. ഐ കുഡിൻ ബിയർ ദ സാഡ്നെസ് അറ്റ് ദാറ്റ് ടൈം. ആ സമയത്ത് എനിക്ക് ദുഃഖം താങ്ങാൻ കഴിഞ്ഞില്ല. എനിക്ക് ദേഷ്യം അടക്കാൻ കഴിഞ്ഞില്ല എന്നിങ്ങനെ പറയാം? ഐ കുഡിൻ കണ്ടെയ്ൻ മൈ ആങ്കർ അറ്റ് ദാറ്റ് ടൈം. ആ സമയത്ത് എനിക്ക് ദേഷ്യം അടക്കാൻ കഴിഞ്ഞില്ല. ഐ കുഡിൻ കണ്ടെയ്ൻ മൈ ആങ്കർ അറ്റ് ദാറ്റ് ടൈം. ആ സമയത്ത് എനിക്കെൻ്റെ ദേഷ്യം അടക്കാൻ കഴിഞ്ഞില്ല. ഐ കുഡിൻ കണ്ടെയ്ൻ മൈ ആങ്കർ അറ്റ് ദാറ്റ് ടൈം. ആ സമയത്ത് എനിക്ക് ദേഷ്യം അടക്കാൻ കഴിഞ്ഞില്ല. ഐ കുഡിൻ കണ്ടെയ്ൻ മൈ ആങ്കർ അറ്റ് ദാറ്റ് ടൈം. ആ സമയത്ത് എനിക്ക് ദേഷ്യം അടക്കാൻ കഴിഞ്ഞില്ല. ഐ കുഡിൻ കണ്ടെയ്ൻ മൈ ആങ്കർ അറ്റ് ദാറ്റ് ടൈം. ആ സമയത്ത് എനിക്ക് ദേഷ്യം അടക്കാൻ കഴിഞ്ഞില്ല. ദേഷ്യം അടക്കാൻ കഴിഞ്ഞില്ല എന്നിങ്ങനെ പറയാം? ഐ കുഡിൻ കണ്ടെയ്ൻ മൈ ആങ്കർ അറ്റ് ദാറ്റ് ടൈം. ആ സമയത്ത് എനിക്ക് ദേഷ്യം അടക്കാൻ കഴിഞ്ഞില്ല. ഐ കുഡിൻ കണ്ടെയ്ൻ മൈ ആങ്കർ അറ്റ് ദാറ്റ് ടൈം. ആ സമയത്ത് എനിക്ക് ദേഷ്യം അടക്കാൻ കഴിഞ്ഞില്ല. ഐ കുഡിൻ കണ്ടെയ്ൻ മൈ ആങ്കർ അറ്റ് ദാറ്റ് ടൈം. ആ സമയത്ത് എനിക്ക് ദേഷ്യം അടക്കാൻ കഴിഞ്ഞില്ല. ഇതാണ് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. ഡെയിലി എപ്പിസോഡ് കാണുക. അത് വീട്ടിലെ ഫ്രണ്ട്സിനോട് യൂസ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.